നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലമാണ്. പ്രോബ്ലംസാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 10, 11. പേജ് നമ്പർ 10, 11 പ്രോബ്ലംസാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ഇതാണ്: മേക്ക് ദ ഫോളോവിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെഗുലർ പെൻഡഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. അതായത് നമ്മളൊരു നമ്പർ സീക്വൻസ് ഉണ്ടാക്കണം. ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്? എന്തിൻ്റെ സീക്വൻസ് ഉണ്ടാക്കേണ്ടത്? നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ, സ്ക്വയേഴ്സ്, റെഗുലർ പെൻഡഗൺസ്, അങ്ങനെ അതായത് പോളിഗൺസിൻ്റെ സീക്വൻസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സൈഡ്, അതായത് പോളിഗൺസിൻ്റെ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് ഉണ്ടാക്കണം. പോളിഗൺസിൻ്റെ സൈഡ്സിൻ്റെ സീക്വൻസ് ഉണ്ടാക്കണം. അപ്പോൾ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പോളിഗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ട്രയാങ്കിൾ, അതുണ്ട് സ്ക്വയർ, അതിനുശേഷം നമ്മൾ റെഗുലർ പോളിഗണാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദെൻ സ്ക്വയർ, അതിനുശേഷം റെഗുലർ പെൻഡഗൺ, ഹെക്സഗൺ, അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ട്രയാങ്കിളാണ് അല്ലേ? ട്രയാങ്കിൾ, സ്ക്വയർ, അതിനുശേഷം പെൻഡഗൺ, അതിനുശേഷം 6 സൈഡ് വരുന്നത് ഹെക്സഗൺ, ഓക്കെ, അതിനുശേഷം 7 സൈഡ് വരുന്നത്, 8 സൈഡ് വരുന്നത്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് ഉണ്ടാക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ്. അപ്പോൾ ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്. അപ്പോൾ 3 എഴുതി. സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? 4 എഴുതി. അതിനുശേഷം പെൻഡഗണിന് എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ് ഉണ്ട്. ഹെക്സഗണിന് 6 സൈഡ് ഉണ്ട്. അതിനുശേഷം 7 സൈഡ്. അപ്പോൾ എന്താ എൻ്റെ സീക്വൻസ് എന്താണ്? 3, 4, 5, 6, 7, 8. അതാണ് അതിൻ്റെ സീക്വൻസ്. അപ്പോൾ ഫസ്റ്റത്തിൻ്റെ ആൻസർ കിട്ടി. രണ്ടാമത്തെ ആൻസർ പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസാണ് എഴുതേണ്ടത്. ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്? ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അന്നേരം മുന്നോട്ട് എഴുതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇക്വേഷൻ എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ഇക്വേഷൻ എന്താണ്? n-2 × 180 ഡിഗ്രി. n-2 × 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? വേർ n സ്റ്റാർട്ട്സ് ഫ്രം 3, 4, 5. എന്തുകൊണ്ടാണ് n സ്റ്റാർട്ട്സ് ഫ്രം 3, 4, 5 എന്ന് പറയുന്നത്? അതായത് ഒരു പോളിഗണുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പോളിഗണാണ് എന്ത്? ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം 2 സൈഡുള്ള പോളിഗണൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 സൈഡുള്ള പോളിഗണാണ് ഏറ്റവും ചെറുത്, അതായത് ട്രയാങ്കിൾ. അതുകൊണ്ടാണ് n-ന് 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 3 - 2 എന്ന് പറയുമ്പോൾ 1 വരും. 1 × 180 ഡിഗ്രി അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ സം അല്ലേ? ഇന്നർ ആംഗിളിൻ്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതുപോലെ ഒരു സ്ക്വയറിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 360 ഡിഗ്രിയാണ്. എങ്കിലും അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോ. സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈഡ് വരും. അപ്പോൾ 4 - 2 എന്ന് പറയുമ്പോൾ 2 വരും. 2 × 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 വന്നു. ഓക്കെ, അടുത്തത് 5 സൈഡ് വരുന്നത് എന്താണ്? പെൻഡഗൺ. അപ്പോൾ 5 സൈഡ് വരുമ്പോൾ എന്ത് എഴുതാ? 5 - 2 × 180 എന്ന് പറയുമ്പോൾ എത്ര വരും? എത്ര വരിക? 3 × 180 എത്രയാണ്? 540. ഓക്കെ, അപ്പോൾ 540 ഡിഗ്രി ആയി. അടുത്തത് 6 സൈഡുള്ളത്. അപ്പോൾ 6 സൈഡുള്ളത് എന്ത് എഴുതും നമ്മൾ? 6 - 2 × 180. അപ്പോൾ 6 - 2 എന്ന് പറഞ്ഞാൽ 4 വന്നു. 4 × 180 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 × 180 എന്ന് പറഞ്ഞാൽ 18, 36, 72, 720. കണ്ടാ? ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാനുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സെക്കൻഡ് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതായത് n-2 × 180 എന്നുള്ള ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുകയാണെങ്കിൽ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസ് എഴുതണം. സം ഓഫ് ഔട്ടർ ആംഗിൾസ് നമുക്കറിയാം. ഏത് പോളിഗൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഏതെടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ഞാൻ കാണിച്ചു തരാം. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്ത് നോക്കിയേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ആംഗിളിൻ്റെയും അളവ് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? എല്ലാത്തിൻ്റെയും അളവ് 60 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണ്. എല്ലാത്തിൻ്റെയും വാല്യൂ 60 ഡിഗ്രിയാണ്. പിന്നെ ഔട്ടർ ആംഗിൾ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ കാണുന്ന ലൈനിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക.
എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കറിയാം എത്ര പറഞ്ഞത് ടോട്ടൽ എത്ര ഇവിടെ മുതൽ ഇവിടെ വരെ ടോട്ടൽ എത്ര ആംഗിൾ വരുന്നത് 180 ആണെന്ന് അറിയാം അല്ലേ. നമ്മളൊരു പ്രൊട്രാക്ടറൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലേ. പ്രൊട്രാക്ടറിൽ എത്രയാണ് 0 മുതൽ 180 വരെയാണ് ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 60 ആണ്, ടോട്ടൽ 180 ആണ്. അപ്പോൾ ടോട്ടൽ 180 ആണെങ്കിൽ ഈ കാണുന്നതിൻ്റെ അളവ് എത്രയായിരിക്കും, ഈ കാണുന്നതിൻ്റെ അളവ് എത്രയായിരിക്കും, ഇത് 120 ആയിരിക്കും അല്ലേ. ഇത് 120 + 60 ചെയ്യുമ്പോൾ 180 കിട്ടും. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 120 ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരെടുത്ത് നോക്കി നിങ്ങൾ ഇതൊന്ന് കൺസിഡർ ചെയ്ത് നോക്കി, കണ്ടോ. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ 60 ആണ് അല്ലേ. ഇതിൻ്റെ 60 ആണെങ്കിൽ ഇത് എന്താവും, ഇത് 120 ആയിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ എത്ര വരും, ഇപ്പുറത്തെ സൈഡിലും 120 വരും. ഓക്കെ, നമുക്ക് എന്താ മനസ്സിലായത്, ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്, ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 120 ഇവിടെ 120 വരും. അപ്പോൾ 120 × 3 ടൈംസ് അപ്പോൾ 360 വരും. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്, 360 ഡിഗ്രിയാണ്. പിന്നെ എല്ലാ പോളിഗണിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിളിൻ്റെ അളവ് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് എന്തായിരിക്കും, ഇത് 360 ഡിഗ്രിയാണ്, എല്ലാം 360 ഡിഗ്രി തന്നെ വരുന്നത് അല്ലേ. എല്ലാത്തിൻ്റെയും 360 ഡിഗ്രി തന്നെയാണത്, ഏതെടുത്താലും 360 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല, സീക്വൻസ് ഇങ്ങനെ 360 ഡിഗ്രി എന്ന് എഴുതണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. എന്ത്, സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് any polygon is 360 degree എഴുതിയാൽ മതി. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. അടുത്തത് പറയുന്നത് വൺ ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ് എഴുതണം. ഒരു ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ് എഴുതണം. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ ടോട്ടൽ സമ്മാണ് എഴുതിയിരിക്കുന്നത്, എത്ര 180 ഡിഗ്രി എന്ന് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ സമ്മാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ ടോട്ടൽ സമ്മാണ് 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നമുക്കറിയാം, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആംഗിളിൻ്റെ അളവ് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. എല്ലാ ആംഗിളിൻ്റെ അളവ് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 3 ആംഗിളിൻ്റെയും അളവ് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര വരണേ, 60 ഡിഗ്രി വരും. അപ്പോൾ 60 ഡിഗ്രി കിട്ടണത് എങ്ങനെയാണ്, നമ്മൾ ടോട്ടൽ ഇന്നർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ. ടോട്ടൽ ഇന്നർ ആംഗിൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഒരു ഇന്നർ ആംഗിളിൻ്റെ അളവ് കിട്ടും. അപ്പോൾ ഇതിൽ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഇന്നർ ആംഗിൾ എത്ര 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അതാണ് അതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആംഗിളിൻ്റെ അളവെന്ന് പറഞ്ഞാൽ. അതേപോലെ അടുത്തത് എത്രയാണ്, 360 ആണ്. 360 സ്ക്വയറിൻ്റെ 360 ആണ് ഇന്നർ ആംഗിളിൻ്റെ ടോട്ടൽ സം. അതേ ഡിവൈഡഡ് ബൈ സ്ക്വയർ ആകുമ്പോൾ 4 സൈഡ്, അപ്പോൾ 360 ഡിവൈഡ് ബൈ 4. അടുത്തതെന്ന് പറയുമ്പോൾ 540 ആണ് അല്ലേ. അതേ 540 ഡിവൈഡ് ബൈ എത്ര സൈഡ് ഉണ്ട്, അതിന് 5 സൈഡ് ഉണ്ട് അല്ലേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ ആയിട്ട് ഇക്വേഷൻ കൊടുക്കുന്നതിന് നോക്കി, സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് ഇതല്ലേ, n-2 × 180 ഡിഗ്രി അല്ലേ. അതേ ഡിവൈഡ് ബൈ n ചെയ്താൽ പോരെ, അതിനല്ലേ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇത് മുകളിൽ ന്യൂമറേറ്ററിൽ എഴുതിയേക്കുന്നത് എന്താണ്, ന്യൂമറേറ്ററിൽ എഴുതിയേക്കുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് അല്ലേ. സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് എഴുതിയേക്കുന്നത്. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ n എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ് അല്ലേ, നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി ഈ ഇക്വേഷൻ ഇപ്പോൾ പെട്ടെന്ന് ഓർത്തില്ലെങ്കിൽ കൂടിയും നമുക്കൊരു പ്രശ്നവുമില്ല. ഈ ഇക്വേഷൻ ഓർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്കിത് ട്രയാങ്കിളുടെ ഇന്നർ ആംഗിളിൻ്റെ സം അറിയാം നമുക്ക് അല്ലേ. ഇന്നർ ആംഗിൾ സം 180 ആണ്. 180 ഡിവൈഡ് ബൈ 3 ചെയ്യുക. 180 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര വരും, 60 വരും. അടുത്തത് 360 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര വരും, 360 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 90 വരും. അടുത്തത് 540 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് എത്ര വരും, 540 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 108 വരും. കണ്ടോ, ആൻഡ് സോ ഓൺ, അതാണ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വൺ ഔട്ടർ ആംഗിളുടെ സീക്വൻസ് എഴുതണം. നമുക്കറിയാം ഔട്ടർ ആംഗിളുടെ സം എന്ന് പറഞ്ഞാൽ ഏത് പോളിഗൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിൾ സം 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഔട്ടർ ആംഗിളുടെ സം, അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം, ഈ 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്യുക അല്ലേ. അപ്പോൾ 360 ബൈ 3 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഔട്ടർ ആംഗിളുടെ സം, ഒരു ഔട്ടർ ആംഗിൾ കിട്ടും. അതായത് ഇത് ട്രയാങ്കിളിൻ്റെ കേസിൽ. ഇനി എല്ലാത്തിൻ്റെയും ഔട്ടർ ആംഗിൾ 360 ആയതുകൊണ്ട് 360 ബൈ സ്ക്വയറിൻ്റെ ഡിവൈഡ് ബൈ 4, 360 ഡിവൈഡ് ബൈ പെൻറ്റഗണിൻ്റെ ഡിവൈഡ് ബൈ 5 കണ്ടോ. ഹെക്സഗൺ ആകുമ്പോൾ 360 ഡിവൈഡ് ബൈ 6 എക്സെട്ര പോയിക്കൊണ്ടിരിക്കും. ഇനി ഇത് എഴുതിക്കോ, നമുക്കറിയാലോ 360 ബൈ 3 എത്ര 120, 360 ബൈ 4 90 വരും. പിന്നെ 360 ബൈ 5 എത്ര വരും, 72 വരും അല്ലേ. അതിനുശേഷം 360 ബൈ 6 എത്ര വരും, 360 ബൈ 6 = 72 × 6 = 120 × 360 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 × 6 = 120 ×
360/6 എത്ര വരുന്നത് 60 വരും. ഓക്കെ എക്സെട്ര ഇതിനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ, ഈ പ്രോബ്ലംസ് മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 5 സെക്ഷൻ ഉണ്ടായിരുന്നു. 5 സെക്ഷൻ്റെയും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്, ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്. ഇവർ കുറച്ച് റെഡ് ഡോട്ട്സ് വന്നിട്ടുണ്ട്. ഈ ഡോട്ട്സ് വെച്ചിട്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തേക്കാണ്. എന്നോട് ചോദിക്കുകയാണ് എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണ് നമ്മളോട്. ഈ ട്രയാങ്കിൾസ് ഫോം ചെയ്യാനായിട്ട് എത്ര ഡോട്ട്സ് വേണ്ടി വന്നു ചോദിക്കണം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുന്നത് 3 റെഡ് ഡോട്ട്സ് വെച്ചിട്ടാണ് കേട്ടോ. 3 റെഡ് ഡോട്ട്സ് വെച്ചിട്ടാണ്. അടുത്ത ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുന്നത് 6 എണ്ണം ഉണ്ട് കേട്ടോ. 1 2 3 4 5 6. അപ്പോൾ അടുത്ത ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുന്നത് 6 എന്നാലും 10 എണ്ണം ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്. ഓരോ ട്രയാങ്കിളിലും എത്ര ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. ഇതിലെത്ര എണ്ണം ഉണ്ട്? ഇതിൽ 3 എണ്ണം ഉണ്ട്. ഇതിലെത്ര എണ്ണം ഉണ്ട്? ഇതിൽ 6 എണ്ണം ഉണ്ട്. ഇതിലെത്ര എണ്ണം ഉണ്ട്? ഇതിൽ 10 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഒരു സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ? അടുത്ത 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാനായിട്ട് എത്ര ഡോട്ട്സ് വേണം. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം കിട്ടി, ഇനിയൊരു 3 എണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കണം. അതിന് എത്ര ഡോട്ട്സ് വേണം, അതിൻ്റെ സീക്വൻസ് ഏതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സീക്വൻസ് നമുക്ക് എഴുതി തുടങ്ങാം. 3 6 10. അടുത്ത നമുക്ക് അറിയില്ല, രണ്ടാമത്തെ അറിയില്ല, അടുത്ത അറിയില്ല. 3 എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക നോക്കിയേ. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എത്രയാണ് നോക്കിയേ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഈ 3ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. ഈ 6ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അത് 4 ആണ് ഡിഫറൻസ്. നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു 1 വെച്ച് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ അല്ലേ. ഇവിടെ ഡിഫറൻസ് 3 ആയിരുന്നു, അടുത്ത ഡിഫറൻസ് 4 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അടുത്തതിൻ്റെ ഡിഫറൻസ്, അത് 10ഉം ഈ നമുക്കറിയാത്തൊരു നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കണം അല്ലേ. ഇത് 5 ആയിരിക്കണം ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നോക്കിയേ, ഈ 3ഉം ആഡ് ചെയ്തപ്പോൾ 6 കിട്ടി, 6ഉം 4ഉം ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി, 10ഉം 5ഉം ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടണം? 15 കിട്ടണം. ഓക്കെ, ഇനി ഇവിടുത്തെ ഡിഫറൻസ് 3 ആണ്, ഈ ഡിഫറൻസ് 4 ആണ്, ഈ ഡിഫറൻസ് 5 ആണ്. അതുകൊണ്ട് ഈ ഡിഫറൻസ് 6 ആയിരിക്കും, ഈ ഡിഫറൻസ് 7 ആയിരിക്കും. ഇനി നമുക്ക് ഫില്ല് ചെയ്യുക. അത് 10 + 5 15, 15 + 6 21, 21 + 7 28. അപ്പോൾ സീക്വൻസ് എന്തായി? 3 6 10 15 21 28, എക്സെട്ര. ഇതാണ് രണ്ടാമത്തതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അത് ഈ ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. 2 പാർട്ടാണ് ഈ ക്വസ്റ്റ്യൻ, 2 പാർട്ടാണ്. അതിൽ ഒന്നാമത്തെ പാർട്ട് പറയുന്നത് നാച്ചുറൽ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. എത്ര വെച്ചിട്ട്? 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ വേണം, റിമൈൻഡർ 1 വരെ വേണം. 3 വെച്ച് ഡിവൈഡ് ചെയ്യണം, റിമൈൻഡർ 1 വരണം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 3 വെച്ച് ഡിവൈഡ് ചെയ്യണം, റിമൈൻഡർ 2 വരണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ നാച്ചുറൽ നമ്പറിൻ്റെ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ n ആണ് അല്ലേ, ക്യാപിറ്റലാണ്. n നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ വേണം എന്ത് വരണം? റിമൈൻഡർ 1 വരെ വേണം. എന്ന് പറയുമ്പോൾ n+1 ആയിരിക്കും. ആ നമ്പർ എന്ന് പറഞ്ഞാൽ n+1 ആയിരിക്കും അല്ലേ. n+1 ഉദ്ദേശിക്കുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ. ആ നമ്പറിനോട് 1 ആഡ് ചെയ്യണം, അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോഴല്ലേ ഇങ്ങനെ വരുമ്പോഴല്ലേ നമ്മൾ എന്താ പറയുന്നത്, റിമൈൻഡർ 1 വരുള്ളൂ അല്ലേ. ശരിയല്ലേ? ഒരു നാച്ചുറൽ നമ്പറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 1 വരണമെന്നുണ്ടെങ്കിൽ ഈ നാച്ചുറൽ നമ്പർ എന്തായിരിക്കണം? n+1 ആയിരിക്കണം. n+1 ആണെങ്കിൽ മാത്രമേ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുള്ളൂ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 7 എടുത്തു. ഓക്കെ, ഈ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യും. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2, കോഷ്യൻ്റ് 2 വരും. 3 × 6 ബാലൻസ് 1 വരും. അപ്പോൾ എന്താ ആൻസർ കിട്ടിയത്? നമുക്ക് റിമൈൻഡർ 1 വന്നു അല്ലേ. അപ്പോൾ 7 എന്ന് പറയുന്ന നമ്പർ എന്താണ് ശരിക്കും പറഞ്ഞാൽ? 3 × 2 + 1 ആണ് അല്ലേ. 7 എന്ന് പറഞ്ഞാൽ 3 × 2 + 1 അല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. 3 × 2 + 1 ആണ്. 3 × 2 എന്ന് പറയുമ്പോൾ 6 ആണ്. 6 + 1 ആണ് 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാച്ചുറൽ നമ്പറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് റിമൈൻഡർ 1 വരണം. നോക്കി നിങ്ങൾ 3 ഇല്ലേ നോക്കിയിടാ, 3. അപ്പോൾ ഈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ഒന്നാണ് അല്ലേ.
3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണ് 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ആ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പേഴ്സിനോട് കൂടി നിങ്ങൾ 1 ആഡ് ചെയ്താൽ മതി. ആ 1 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 വരുന്ന നമ്പർ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ടേബിളിലുള്ള നമ്പേഴ്സിനോട് കൂടി 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 വരുന്ന നമ്പർ കിട്ടും. 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 1 വരുന്ന നമ്പർ കിട്ടും. അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ വരണേ? ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? 4 അല്ലേ? 4 എടുക്കുക, അതിനുശേഷം 7 എടുക്കുക, 10 എടുക്കുക. നോക്കിയേ, ശരിയല്ലേ? അപ്പോൾ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഏതാ പറഞ്ഞത്? 1 × 3 3 വരും. ആ 3നോട് കൂടി 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 വരും. കണ്ടാ? ഇനി 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാണ് 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 × 2 ആണ് 6. 6നോട് കൂടി 1 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 7 വരും. കണ്ടാ? ആ ഒരു മെത്തേഡിലാണ് എഴുതി പോകുന്നത്. കണ്ടാ? 4, 7, 10 അങ്ങനെയൊക്കെ എഴുതി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഏത്? 4, 7, 10, അടുത്തത് എന്ത് വരും? 13 എക്സെട്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ 1 വരും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കിയേ. ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 3 അല്ലേ എന്ന് നോക്കിയേ. കണ്ടാ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതുക? അതായത് നമ്പേഴ്സ് ഈച്ച് ഹാവ് ഡിഫറൻസ് 3 ആൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ എഴുതാൻ പറയണമെന്നില്ല കേട്ടോ. സ്റ്റാർട്ടിംഗ് ഫ്രം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്? ഇതിലൂടെ ഞാൻ വരാം. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനൊന്നും ഈ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നമ്പേഴ്സ് ഈച്ച് ഹാവ് ഡിഫറൻസ് 3 ആൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ? വേണ്ട, ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ നമ്മൾ എഴുതിയേക്കുന്നത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ എഴുതിയേക്കണേ 4 ആണ് എഴുതിയേക്കുന്നത് അല്ലേ? 4 ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. പക്ഷേ ആക്ച്വലി 4 അല്ല സ്റ്റാർട്ടിംഗ് നമ്പർ. 1 ആണ് സ്റ്റാർട്ടിംഗ് നമ്പർ. 1 ആണ് സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ 1 ആണ് ശരിക്കും ഈ ഒരു സീക്വൻസിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. നോക്കിയേ, ഇവിടെയും ഡിഫറൻസ് 3 തന്നെയല്ലേ? നോക്കിയേ, 1ൻ്റെയും 4ൻ്റെയും ഡിഫറൻസ് 3 തന്നെയല്ലേ? നോക്കിയേ, കണ്ടോ? 1 ആണ് സ്റ്റാർട്ടിംഗ് നമ്പർ. അപ്പോൾ ചില ആളുകൾക്ക് ചില കുട്ടികൾക്ക് ഡൗട്ട് വരാം, 1 എങ്ങനെയാണ് നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 1 വരണേന്ന് അല്ലേ? 1 എന്ന് പറയുന്ന നമ്പറിന് നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ റിമൈൻഡർ 1 വരുന്നൊരു ഡൗട്ട് വരാം. ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ 1നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 1നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. 1ൽ 3 പോകുമോ? നമ്മൾ അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നത്. 1ൽ 3 പോകുമോ? 1ൽ 3 പോകില്ല. അപ്പോൾ 0 ഇടും നമ്മൾ അല്ലേ? അപ്പോൾ 0 × 3 എന്ന് പറഞ്ഞാൽ 0 ആണ്. ബാലൻസ് 1 ആണ്. കണ്ടോ? അപ്പോൾ റിമൈൻഡർ 1 വന്നില്ലേ? ഇനി നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്തു പോകാൻ വിചാരിക്കുക. ഈ പ്രോബ്ലം ചെയ്തു പോകാൻ നമ്മൾ എങ്ങനെ പഠിച്ചേക്കണേ? നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കും അല്ലേ? 0ക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. ദെൻ ഇവിടെ ഒരു 0 ആഡ് ചെയ്യും. ഇവിടെ 10 ആവും. 10ൽ 3 എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ് പോകും. അപ്പോൾ 9 ആയി. ബാലൻസ് 1. വീണ്ടും 0 ഇട്ട് കൊടുക്കും. 0. കണ്ടോ? ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലേ? നമ്മളിങ്ങനെയല്ലേ ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. കണ്ടോ? 1/3 ചെയ്യുമ്പോൾ 1ൽ 3 പോകില്ല. അപ്പോൾ 0 ഇടും നമ്മൾ. 0 × 3 0 ആണ്. റിമൈൻഡർ 1 വന്നു. കണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 4, 7, 10, 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്പേഴ്സ് ഈച്ച് ഹാവ് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, റിമൈൻഡർ 2 വരണം. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? റിമൈൻഡർ 2 വരണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് നമ്പർ 2 ആയിരിക്കും അല്ലേ? റിമൈൻഡർ 2 വരില്ലേ? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടോ? റിമൈൻഡർ 2 വന്നു. അപ്പോൾ എന്തായി? 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 2 റിമൈൻഡർ വരണം. അപ്പോൾ 2 റിമൈൻഡർ വന്നു. അപ്പോൾ അടുത്ത ടൈം എത്രയായിരിക്കും? 2നോട് കൂടി 3 ആഡ് ചെയ്യുക, 5 വരും. അടുത്തത് 8 വരും, 11 വരും. കണ്ടോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എഴുതാം. നമ്പേഴ്സ് ഈച്ച് ഹാവ് ഡിഫറൻസ് 3 ആൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം 2. കണ്ടോ? ഈ കാണുന്നതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ താഴത്തെ എഴുതണമെങ്കിൽ നമ്പേഴ്സ് ഈച്ച് ഹാവ് ഡിഫറൻസ് 3 അല്ലേ? ഓരോന്നിനും 3 ആണ് ഡിഫറൻസ്. ആൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways.
ഒന്നിലും ആറിലും എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതണം. അത് രണ്ട് രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണം. രണ്ട് രീതിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നിലും ആറിലും എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. 1 ഉണ്ട് അല്ലേ, 1 1-ൽ എൻഡ് ചെയ്യണു, 6 6-ൽ എൻഡ് ചെയ്യണു, 11 1-ൽ എൻഡ് ചെയ്യണു, 16 6-ൽ എൻഡ് ചെയ്യണു, 21 1-ൽ എൻഡ് ചെയ്യണു, 26 6-ൽ എൻഡ് ചെയ്യണു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് എഴുതണത്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്പേഴ്സ് ഈച്ച് ഹാവ് ഡിഫറൻസ്. നോക്കിയാൽ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ് നോക്കിയേ. 1ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 ആണ് ഡിഫറൻസ്. 6ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 ആണ് ഡിഫറൻസ്. 11ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അപ്പോൾ എല്ലാത്തിലും ഡിഫറൻസ് 5 ആണ് വരുന്നത്. അപ്പോൾ നമ്പേഴ്സ് ഈച്ച് ഹാവ് ഡിഫറൻസ് 5 ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം 1. കണ്ടാ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയി. നമ്പേഴ്സ് ഈച്ച് ഹാവ് ഡിഫറൻസ് 5 ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം 1. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്താൽ നമുക്ക്? നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 അല്ലേ, എല്ലാത്തിനും നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ലീവ്സ് ദ റിമൈൻഡർ എത്ര വരും? ഈ കാണുന്ന നമ്പേഴ്സിനെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 റിമൈൻഡർ വരും. 6നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 റിമൈൻഡർ വരും. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്തത് അല്ലേ, ഈ പ്രോബ്ലം അല്ല, ഇതിന് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്തില്ലേ? ഈ പ്രോബ്ലം ചെയ്തപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? നേരത്തെ പറഞ്ഞില്ലേ, ഒരു 2 റിമൈൻഡർ വരണം, 1 റിമൈൻഡർ വരണം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പ്രോബ്ലം. അതേപോലെ തന്നെ ഇതും വന്നേക്കണേ, നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 ആൻഡ് ലീവ്സ് ദ റിമൈൻഡർ 1. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ആൻസറുമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 5 liters per second. ഒരു ടാങ്കിൽ 1000 ലിറ്റർ വെള്ളമുണ്ട്. അതിൽ നിന്ന് 5 ലിറ്റർ വെള്ളം ഓരോ സെക്കൻഡിലും പുറത്തോട്ട് ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഒരു ടാങ്കിൽ 1000 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്വൻസ് ആണ് എഴുതേണ്ടത്. ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്. ഓരോ സെക്കൻഡിന് ശേഷം ആ ടാങ്കിൽ എത്രത്തോളം വെള്ളം ഉണ്ടാകും, അതിൻ്റെ സീക്വൻസാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ 1000 ലിറ്റർ ഉണ്ട്. അതിനുശേഷം ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ വെള്ളം പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 995 ഉള്ളൂ. ഇനി വീണ്ടും ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും 5 ലിറ്റർ പോയി. 5 ലിറ്റർ എവിടെ നിന്ന് പോയി? ഇതിൽ നിന്ന് 5 ലിറ്റർ പിന്നെയും പോയി. അപ്പോൾ 990 ആയി. അടുത്തൊരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 985 ആയി. കണ്ടോ? സീക്വൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അവസാനത്തിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഫസ്റ്റ് പ്രോബ്ലംസ് 10ാമത്തെ പേജിലെയും 11ാമത്തെ പേജിലെയും പ്രോബ്ലംസ് നമ്മൾ ചെയ്തത് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഈ ചെയ്തേക്കുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.